വളരെ കർമ്മനിരതമായി നടത്തിവരുന്ന അനുഗ്രഹീതമായ രാത്രിക സംഗമമാണ് ഇമ്മാനുവേൽ പെന്തക്കോസ്റ്റൽ ചർച്ച് എന്ന ആത്മീക സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് പ്രഭാതത്തിൽ കൊടപ്പനക്കുന്നിൽ ആരംഭം കുറിച്ച് ഈ പ്രദക്ഷിണത്തിൽ പേരൂർക്കടയിൽ സമാപനം കൊള്ളുന്ന ഈ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സുവിശേഷ സന്ദേശ യാത്രയുടെ ഭാഗമായിട്ടാണ് ഈ കവലയിൽ ഞങ്ങൾ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. ക്രിസ്തുവേശുവിൻ്റെ പാവന പുണ്യ പവിത്ര സുവിശേഷങ്ങളുടെ വിളംബരങ്ങൾക്ക് ഏറെ ഈടുറ്റ ചരിത്രമുറങ്ങുന്ന തിരുവനന്തപുരം പട്ടണത്തിലെ മനോഹാരിതമായ ഈ പേരൂർക്കട ജംഗ്ഷനിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിൽ ഞങ്ങൾക്കേറെ സന്തോഷമുണ്ട്, ഞങ്ങൾക്കേറെ അഭിമാനമുണ്ട്. എണ്ണമറ്റ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, സാമുദായിക രംഗങ്ങളിലെ വിപ്ലവം കൊള്ളുന്ന പ്രഭാഷണങ്ങൾ കേട്ടുകൊണ്ട് നിങ്ങളുടെ കാതുകളും കണ്ണുപുടങ്ങളുമൊക്കെ ഏറെ ഓർമ്മ കൊണ്ടിട്ടുണ്ട് എന്ന സത്യത്തെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങളോട് അല്പനേരം സംവദിക്കുന്ന ഈ സുവിശേഷ സന്ദേശത്തിലേക്ക് ഒരിക്കൽ കൂടി ഞങ്ങൾ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മുടെ നാടിൻ്റെ നാട്യാന്തര വീതികളിലുമൊക്കെ ക്രിസ്തുമസ് ദിനത്തെ ആഘോഷപൂർണ്ണമാക്കാൻ വേണ്ടി സജ്ജമായിരിക്കുന്ന ഈ ഘട്ടത്തിൽ എന്താണ് ക്രിസ്തുവിൻ്റെ ജനനം കൊണ്ട് മാനവിക സമൂഹത്തിനുണ്ടായ മാറ്റം, മാനവിക സമൂഹത്തിന് ആ ജനനത്താൽ ലഭ്യമായ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന ഭാഗവും, അപ്പോൾ തന്നെ നമ്മുടെ നാടിന് അഭിമുഖീകരിക്കുന്ന സംഭവ കലുഷിതമായ പ്രശ്നരൂക്ഷിതമായ സംഭവങ്ങളെയും ആ സംഭവങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അവയുണ്ടാകുന്നതിൻ്റെ പരമപ്രധാനമായ കാരണം എന്താണ്, ഇന്ന് നമ്മുടെ നാടിന് ഒരു മാറ്റം ആവശ്യമാണ്. ആ മാറ്റത്തെയൊക്കെ മുൻനിർത്തുന്ന ബൃഹത്തായ കാതലായ ഒരു സന്ദേശം നിങ്ങളോട് പങ്കുവച്ചിട്ട് ഞങ്ങൾ വാക്കുകൾക്ക് ഉപസംഹാരം കുറിക്കാൻ താല്പര്യപ്പെടുകയാണ്. എൻ്റെ സഹോദരനെ, കേരളമെന്ന് കേട്ട തിളക്കണം ചോര നമ്മുടെ ഞരമ്പുകളെന്ന് കവിവരന്മാർ പാടിയ പാട്ടിൻ്റെ ആലാപനങ്ങൾ മലയാളക്കരയുടെ മലയാളി മനസ്സിൽ ആവോളം ആവേശം പകർന്ന വരികളായിരുന്നു. എന്തിനേറെ പറയുന്നു, പച്ചയം വിരിപ്പിട്ട സഹിനി തലവച്ചും സശാപ്തമാം മണൽത്തിട്ടം പാദോപദാനം പൂണ്ടും പള്ളി കൊണ്ടിടുന്ന പാർശ്വത്തെ കാത്തുകൊണ്ടിടുന്നു കുമാരിയും ഗോകർണീശ്വരും അമ്മയെ അരിവീജികൾ അനുവേലം വെണ്ണുരകളാൽ പോലത്തവ ചാരുതൃപ്പാദങ്ങളെന്ന് കവിവരന്മാർ പാടിയ മനോഹരമായ ഗാനമേറെ ശ്രദ്ധേയമാണ്. 38,863 ചതുരശ്ര വിസ്തൃതി കിലോമീറ്റർ കൊണ്ട് പൂവണിയുന്ന മഹത്തായ ഈ മാമലനാട്, മലയാള നാട് ഏറെ അഭിമാനമാണ്. പക്ഷെ കിഴക്കൻ ചക്രവാളത്തിൽ സൂര്യോദയം കണ്ടനന്തരം നമ്മുടെ വീടിൻ്റെ അങ്കണത്തിൽ വന്ന് വീഴുന്ന, മുറ്റത്ത് വന്ന് വീഴുന്ന ഏതേത് പത്രമാധ്യമത്താളുകൾ പരിശോധിച്ചാലും, അത് മാതൃഭൂമിയോ മനോരമയോ മംഗളമോ കേരള കൗമുദിയോ ദേശാഭിമാനിയോ ദീപികയടക്കമുള്ള ഏതേത് പത്രമാധ്യമത്താളുകൾ പരിശോധിച്ചാലും എണ്ണമറ്റ ആക്രമണ പരമ്പരകൾ കൊണ്ട് നിറയുന്നു, എണ്ണമറ്റ കൊലപാതക പരമ്പരകൾ കൊണ്ട്, എണ്ണമറ്റ പീഡന പരമ്പരകൾ കൊണ്ട്, എണ്ണമറ്റ അസന്മാർഗികതകളുടെ പ്രവണതകൾ കൊണ്ട് നമ്മുടെ പത്രമാധ്യമങ്ങൾ നിറയുമ്പോൾ എന്തിനേറെ പറയുന്നു, ദൃശ്യ മാധ്യമ രംഗത്ത് സജീവ സാന്നിധ്യമായി സോഷ്യൽ മീഡിയ ഒക്കെ വളരെ വികാസം പ്രാപിച്ച ഈ കാലത്ത് ഏത് ഘട്ടത്തിൽ ആ സോഷ്യൽ മീഡിയയിലൊക്കെ പരതി പരിശോധിച്ചാൽ എന്തെല്ലാം സംഭവങ്ങളാണ് ഈ നാട്ടിൽ നടക്കുന്നത്. മൂക്ക് താഴോട്ട് നീണ്ടു നിൽക്കുന്ന 3.25 കോടി മലയാളി മനസ്സിൻ്റെയും മനസാക്ഷിയും മരവിപ്പിക്കത്തക്ക രീതിയിലുള്ള സംഭവ വികാസങ്ങൾ കൊണ്ട് നമ്മുടെ നാട് അരാജകത്വത്തിലേക്ക്, നാട് അപമാനഹീനമായ പല ഘട്ടങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ട് നിൽക്കുമ്പോൾ ഈ സന്ദേശത്തിനേറെ പ്രാധാന്യതയുണ്ട്. എന്നാണ് ഈ സന്ദേശത്തിന്റെ പ്രത്യേകത? എന്റെ സഹോദരങ്ങളെ, മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റിതര ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് പ്രായഭേദ വ്യത്യാസമെന്നെ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കപ്പെടുന്ന ഈ നാട്ടിൽ പോലും സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയാത്ത തക്കവണ്ണം ഇവിടുത്തെ അക്രമങ്ങൾ പല ആളുകളും അടിച്ചുവിടുമ്പോൾ, എല്ലാവരും വിവിധയാളികൾ നല്ല മനസ്സുള്ളവരാണ്. നാട്ടിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാത്തൊരു കൂട്ടം ആളുകൾ എന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വക ഒരു ബിഗ് സല്യൂട്ട് നൽകുന്നു. നിങ്ങൾ മാന്യരാണ്. നിങ്ങളുടെ കുടുംബത്തിന്, നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങളുടെ സാമൂഹിക പരിസ്ഥിതിയിലൊക്കെ നിങ്ങൾ നല്ലവരാണെന്ന നല്ല ബോധ്യമുണ്ട്. നിങ്ങളെ ഓർത്ത് ഞങ്ങൾക്ക് അഭിമാനം. എങ്കിലും ചിലരെ പറ്റിയാണ് നാട്ടിൽ അരാജകത്വവും അക്രമങ്ങൾക്കും അനീതികൾക്കും കുടപിടിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഈ നാട്ടിൽ സംജാതമായി നിന്നുകൊണ്ട്
വിവിധ ആക്രമണ പരമ്പരകൾ അഴിച്ചുവിടുന്ന ഈ കാലത്താണ് ഈ സന്ദേശത്തിന്റെ പ്രാധാന്യത ഉണ്ട് എന്നതിന്റെ കാര്യം. ഇവിടെ 6 വയസ്സുകാരിക്കും 60 വയസ്സുകാരിക്കും 6 പാരതിയിൽ കൂടി സഞ്ചരിക്കാൻ പറ്റാത്തൊരു കാലം, 4 വയസ്സുകാരിക്കും 40 വയസ്സുകാരിക്കും 4 മണിക്കാറ്റ് കഴിഞ്ഞ അനന്തരം 4 വരി പാതയിൽ കൂടി സഞ്ചരിക്കാൻ പറ്റാത്ത ഒരു ദുഷിച്ച കാലത്തേക്ക് നമ്മുടെ നാട് നീങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. ഇതിങ്ങനെ പറയുമ്പോൾ ഒരിക്കൽ ഞാനിങ്ങനെ പ്രഭാഷണം നടത്തിയപ്പോൾ ഒരാൾ ചോദിച്ചു, ആര് പറഞ്ഞു ഇവിടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വഴിയിൽ കൂടി സഞ്ചരിക്കാൻ പറ്റില്ല എന്ന്? ഞങ്ങളുടെ നാട് നല്ല നാടാണ്, സാക്ഷര കേരളമാണ്, സുന്ദര കേരളമാണ്, സമഗ്ര കേരളമാണ്, വളരെ വിശാലപ്പരപ്പുള്ള ഒത്തിരി മേന്മകൾ പറഞ്ഞ നാടിനെ പറ്റി പറഞ്ഞു. എന്റെ സഹോദരൻ, നല്ല കാര്യമാണ്, സർവാത്മന അംഗീകരിക്കുന്നു. പക്ഷെ ഈ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ എത്രയെത്ര കാര്യമാണ്. കൊച്ചുകുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകുന്ന യാത്രയിൽ എത്ര കാബാലികന്മാരായവർ, ചില അവയവ മോഷണങ്ങൾ നടത്താൻ പറ്റുന്ന മാഫിയകൾ ഇവിടെ രംഗം പ്രവേശനം ചെയ്തുകൊണ്ട് കൊച്ചുകുട്ടികളെ വരെ മോഷണം ചെയ്തുകൊണ്ട് പോകുന്ന കാലമാണ്. എവിടേക്കാണ് ഈ നാട് നീങ്ങിക്കൊണ്ട് നിൽക്കുന്നത്? ഈ നാട് ഭംഗിയുള്ള നാടാണ്, സൗകര്യമുള്ള നാടാണ്, എല്ലാം കൊണ്ടും നിറപ്പകിട്ടാർന്ന നാടാണ്. പക്ഷെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ നമുക്ക് വർണ്ണിക്കുന്നതിനേക്കാൾ അപ്പുറമാണ്. ആരോഹണക്രമത്തിൽ ആദരിക്കപ്പെടുമ്പോൾ തന്നെ അവരോഹണക്രമത്തിൽ അനാദരിക്കപ്പെടുന്ന രംഗങ്ങളും ഈ നാട്ടിൽ ഇങ്ങനെ പല ഇടങ്ങളിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ട്. സഹോദരരെ, അല്പമേറിയ നിമിഷം നിങ്ങളുടെ ശ്രദ്ധ ഞാനിവിടെ സ്വാഗതം ചെയ്യുകയാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും അക്രമങ്ങൾക്കും അനീതികൾക്കും മറ്റ് മയക്കുമരുന്നുകൾക്കൊക്കെ ഉപയോഗത്തിന് വേണ്ടി അടിമയായി ഒരു കൂട്ട സമൂഹം മാറിക്കൊണ്ട് നിൽക്കുമ്പോൾ എവിടേക്കാണ് നമ്മുടെ നാടിങ്ങനെ നീങ്ങിക്കൊണ്ട് നിൽക്കുന്നത്? ചില ആളുകൾ പറയും, ഇവിടെ നാടിനെ നന്നാക്കാൻ, ഈ മദ്യത്തിൽ നിന്നും മയക്കുമരുന്ന് രക്ഷിക്കാൻ ഇവിടെ വിവിധ സംവിധാനങ്ങളുണ്ട്. രാഷ്ട്രീയ മീമാംസകൾക്ക് കുറവില്ലാത്ത നാട്, തത്വശാസ്ത്രങ്ങളുണ്ട്, ദാർശനിക ഗ്രന്ഥങ്ങളുണ്ട്, ചരിത്ര പുസ്തകങ്ങളുണ്ട്, ഒട്ടനവധി കാവ്യാത്മകമായ പുസ്തകങ്ങൾ ഈ മണ്ണിലുണ്ട്, പോലീസ് അധികാരികളുണ്ട്, ഭരണശിരാകേന്ദ്രമുണ്ട്. പിന്നെ നിങ്ങളെ പോലെയുള്ള പ്രസംഗത്തിന്റെ പ്രസക്തി എന്താണെന്ന് ആരെങ്കിലും ഒക്കെ ചോദിക്കാൻ സാധ്യതയേറെയാണ്. നിങ്ങളോടായിട്ട് ഞാൻ ഒറ്റ വാക്കിൽ പറയട്ടെ, ഒട്ടനവധി പുസ്തകങ്ങൾ അടുക്കി കൂട്ടിവെക്കാൻ കഴിയുന്ന പുസ്തക സഞ്ചയങ്ങളുണ്ടായേക്കാം, എണ്ണിപ്പറയാൻ കഴിയാത്ത തക്കവണ്ണമുള്ള ദാർശനിക ഗ്രന്ഥകാരന്മാരുണ്ടായേക്കാം, ആരെല്ലാം ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും ഒട്ടനവധി ഡി എഡിക്ഷൻ പോലെയുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. എല്ലാം നല്ല കാര്യമാണ്. പക്ഷെ മനുഷ്യനെ മദ്യത്തിൽ നിന്ന് മോചനം നൽകാൻ ഈ വിധ മാർഗങ്ങൾക്കൊന്നും കഴിഞ്ഞിരുന്നില്ല. BC 2250 ഹമ്മുറാബിയും BC 820 ലൈസർഗസും 1847 മദ്യപിൻ വിനാശവും 1907 മദ്യപിൻ നിരോധന സഭ എന്ന സുസംഘടിത പ്രസ്ഥാനങ്ങൾ ഇന്ത്യൻ മണ്ണിൽ നിലപാടുറപ്പിച്ചത് മദ്യത്തിന്റെ പോരാട്ട വക്താക്കളാകണമെന്ന ആഗ്രഹത്തോടെയായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിന്റെ പോരാട്ട പോർമുഖങ്ങളിൽ അഗ്നിയായി മാറിയ മഹാത്മാഗാന്ധിജിയുടെ ഉന്നതമായ ശ്രേഷ്ഠമായ ഒരു പ്രഖ്യാപനം, ലഹരി പാനീയങ്ങൾ ഇല്ലാത്ത രാജ്യമാകണം സ്വതന്ത്ര ഭാരതം. പക്ഷെ കാലം പുരോഗമിച്ചു, ശാസ്ത്രം വളർന്നു, സാങ്കേതിക വിദ്യ വളർന്നു, സ്വാതന്ത്ര്യ ലബ്ധിയാനന്തര ഈ കാലത്ത് മദ്യപാന്മാരുടെ എണ്ണം കൂടിയതല്ലാതെ ഒട്ടും കുറഞ്ഞിട്ടില്ല എന്നത് വേദനാജനകമായ സത്യമാണ്. 1908 ലോകമാന്യ തിലകൻ അവകാശപ്പെട്ടു, മദ്യത്തിന്റെ ദുസ്വാധീനത്തിനെതിരെ പോരാടാതെ നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൂർത്തീകരിക്കപ്പെടില്ല എന്ന്. ഈ നാടിന്റെ ഭംഗി ആസ്വദിക്കാൻ വന്ന ഹാഫിയാനും ഇബ്നു ബത്തൂത്തയും ബഗാസിനും അടക്കമുള്ള എണ്ണമറ്റ ആളുകൾ അവരവരുടെ നാടുകളിൽ ചെക്കേറിയിട്ടവർ എഴുതി, മദ്യപാന്മാർ ഏറ്റവും കുറവുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന മഹത്തായ ഭാരതമെന്ന്. കാലം പുരോഗമിച്ച്, ശാസ്ത്രം വളർന്നു, ടെക്നോളജി വളർന്നു, സാങ്കേതിക വിദ്യ വിപുലീകരിക്കപ്പെട്ട ഈ കാലത്ത് മറ്റേത് രാജ്യങ്ങളിൽ കടത്തിവെട്ടിക്കൊണ്ട് മദ്യ മാഫിയകളുടെ തേരോട്ടം നടത്തുന്ന, അത് പ്രായ വ്യത്യാസമില്ലാതെ കൊച്ചു കുഞ്ഞുങ്ങളെ അടക്കം ഈ മദ്യ മാഫിയകളുടെ വലയിൽ പിടിപെട്ടുകൊണ്ടു പോകുമ്പോൾ എവിടേക്ക് നമ്മുടെ നാട് നീങ്ങുന്നു? മദ്യത്തിനെതിരെയുള്ള പോരാട്ടം ഇന്നലകളിൽ പൊട്ടിപ്പുറപ്പെടുവിച്ച ഒരു നവോത്ഥാന ആശയമല്ല. ബൈബിളിലെ രഹബിയാമരും നാസിർ വധസ്ഥരും ഒക്കെ മദ്യവർജനത്തിന്റെ പോരാട്ട വക്താക്കളായിരുന്നു. പൈതഗോറസും സിസോറയും അശോക ചക്രവർത്തിയും ടിപ്പു സുൽത്താനും അക്ബറും ചന്ദ്രസേനനും ഔറംഗസേബടക്കമുള്ളവരൊക്കെ ഇതിനെതിരെ നിലപാടുറപ്പിച്ചവരാണ്. ശരിയായ കാര്യമാണ്. പക്ഷെ അവർക്കൊന്നും വേണ്ട വിധത്തിലുള്ള മാറ്റങ്ങൾ ഈ മണ്ണിൽ ഉഴുതുമറിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ഞങ്ങൾ ആവേശത്തോടെ പേരൂക്കട എന്ന് അനുഗ്രഹിക്കപ്പെട്ട ഈ പട്ടണത്തിൽ നിന്നുകൊണ്ട് ശക്തമായ, യുക്തമായ, വ്യക്തമായ ഒരു സന്ദേശം പറയട്ടെ. മാനവിക സമൂഹത്തിന് മാറ്റം വരുത്തിയ മാറ്റത്തിന്റെ ഉന്നമന പാത വെട്ടി തുറന്ന ഒരു മഹത്തായ സന്ദേശം ഞങ്ങൾ നിങ്ങളോട് പങ്കുവെക്കട്ടെ. എണ്ണമറ്റ നരഭോജികളെ നരസ്നേഹികളാക്കി മാറ്റിയ മാർഗം ഉലകത്തിന്റെ നെറുകയിൽ ഒന്നേയുള്ളൂ, അത് സുവിശേഷമാണ്.
എണ്ണമറ്റ കൊലപാതകന്മാരെ കുഞ്ഞാടുക്കളാക്കി മാറ്റിയ മാർഗം രണ്ടില്ല, ഒന്നേയുള്ളൂ, അത് ഈ സുവിശേഷമാണ്. എണ്ണമറ്റ അക്രമകാരികളെ അവകാശികളാക്കി മാറ്റിയ മാർഗം ലോകത്ത് മൂന്നില്ല, ലോകത്തൊന്നേയുള്ളൂ, അത് സുവിശേഷമാണ്. എണ്ണമറ്റ പരാക്രമികളെ പരോപകാരികളാക്കി മാറ്റിയ മാർഗം ലോകത്ത് നാലില്ല, അതൊന്നേയുള്ളൂ, സുവിശേഷം എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. അങ്ങനെയെങ്കിൽ പേരൂക്കടയിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രബുദ്ധരായ എന്റെ ജനനിവാസികളെ, മദ്യത്തിനും മയക്കുമരുന്നിനും അക്രമങ്ങൾക്കും അനീതികൾക്കും ഇവിടെ കുടപിടിച്ചുകൊണ്ട് ഭരണ സംവിധാനങ്ങൾ ഇവിടുത്തെ പല മേഖലകളും മാറിക്കൊണ്ട് നിൽക്കുമ്പോൾ ഒരു മാറി ചിന്തിക്കേണ്ടത് അനിവാര്യമല്ലേ? അപ്പോൾ പറയും, മാറി ചിന്തിക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ഇന്നലെയും ഇവിടെ അടുത്ത് അങ്ങ് കഴക്കൂട്ടത്തിനടുത്ത് കിംസ് ഹോസ്പിറ്റലിന് സമീപത്തൊരു പ്രദേശത്ത് പ്രഭാഷണം നടത്തിയപ്പോൾ എന്റെ അടുക്കലേക്ക് ഒരു 25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നു. പ്രാർത്ഥിക്കാൻ വന്നിട്ട് പറയുകയാണ്, മദ്യപിച്ച് മതോബദ്ധനായി മയക്കുമരുന്നിന് വല്ലാത്ത അടിമപ്പെട്ടുകൊണ്ട് ആടിയാടി വന്നിട്ട് എന്നോട് പറയുകയാണ്, എനിക്ക് ഈ ദുഷിച്ച മദ്യപാനത്തിൽ നിന്ന് ഈ മയക്കുമരുന്നൊരു മോചനം ആവശ്യമാണ്, പക്ഷെ കഴിയുന്നില്ല, ഞാൻ എന്ത് ചെയ്യും സുഹൃത്തെ എന്ന് എന്നോട് ചോദിക്കുകയുണ്ടായി. ഞാൻ എന്ത് ചെയ്യും പാസ്റ്ററെ എന്നൊരു ചോദ്യം എന്നോട് ഉന്നയിക്കുകയുണ്ടായി. ഞാൻ ചോദിച്ചു, താങ്കൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്താണ്? അദ്ദേഹം പറയുന്നത്, എന്നെ ടെൻഷൻ, എനിക്ക് ഭയം എന്നെ വേട്ടയാടുകയാണ്, മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ഒരു മാറ്റത്തിന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ എനിക്കൊന്നിനും കഴിയുന്നില്ല. മാറണമെന്ന് ആഗ്രഹിക്കുന്നതോറും എന്റെ ഈ മദ്യപാനത്തിന്റെയും മയക്കുമരുന്നിന്റെയും എണ്ണം ക്രമാതീതമായി കൂടുന്നതല്ലാതെ ഒട്ടുമേ കുറയുന്നില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വാചകമുണ്ട്, സുഹൃത്തെ, എനിക്ക് ടെൻഷനും ഭയവും മാത്രമല്ല, അതിനേക്കാൾ അപ്പുറമായി എന്റെ ജീവിതത്തിന്റെ സകല വിഷയങ്ങളും പ്രശ്നത്തിൽ അധിഷ്ഠിതമായി മാറി നിൽക്കുകയാണെന്ന് പറയുകയുണ്ടായി. അങ്ങനെ ഞങ്ങൾ ഇതുപോലെ പ്രഭാഷണം പേരൂക്കടയിൽ വന്ന് നടത്തുന്നതിന്റെ കാരണം കേരളത്തിന്റെ 14 ജില്ലകളിൽ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 14 ജില്ലകളിൽ മിക്ക കവലകളിലും 4 ആൾ കൂടുന്ന ഏത് നാൽക്കവലയിലും, 3 ആൾ കൂടുന്ന ഏത് മുക്കവലയിലും, 2 ആൾ കൂടുന്ന ഏത് ഇരുക്കവലയിലും ഞങ്ങൾ നിന്നുകൊണ്ട് സുവിശേഷത്തിന്റെ വക്താക്കളാകാറുണ്ട്. കാരണം എന്തെന്നറിയണ്ടേ? എണ്ണമറ്റ ആളുകൾ ഞാൻ എങ്ങനെ മാറി ചിന്തിക്കുമെന്ന് തോന്നുമ്പോ മാറാൻ കഴിയാതെ ഭാരപ്പെട്ട് വിഷമിതരായി ദുഃഖിതരായി വേദനയോടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിറ്റി വീഴുന്ന ഒത്തിരി പിഞ്ചോമനകളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഒട്ടനവധി മാതാപിതാക്കളെ കണ്ടിട്ടുണ്ട്. പ്രായമേറിയ തലവരച്ച അപ്പച്ചൻ അമ്മച്ചിമാരെ കണ്ടിട്ടുണ്ട്. അവർ ഇങ്ങനെ കരഞ്ഞ് നീർപ്പുമുട്ടുന്ന പല അവസ്ഥാവിശേഷങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരു കാര്യം പറയാ, മാറ്റത്തിന് ആഗ്രഹിക്കുന്നവർക്ക് മനുഷ്യനെ മാറ്റം വരുത്താൻ കഴിയുന്ന ഒരു അതുല്യ അപ്രമേയ ഗ്രന്ഥത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തട്ടെ. ഞാൻ അവിടെയൊക്കെ വരികയാണ്. ഇന്ത്യ ഒരു സോവറിൻ സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കാണ്. പരമാധികാര സ്ഥിതിസമ്മത്ത മതേതര ജനാധിപത്യ രാജ്യമാണ്. ഇന്ത്യക്ക് ബൃഹത്തായ ഒരു ഭരണഘടനയുണ്ട്. സമ്പന്നമാണ് ഇന്ത്യൻ ഭരണഘടന. ആർട്ടുകൾ കൊണ്ടും പാട്ടുകൾ കൊണ്ടും ഷെഡ്യൂളുകൾ കൊണ്ടും സമ്പന്നമായ ഇന്ത്യൻ ഭരണഘടന. 7 പേരടങ്ങുന്ന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ച് ഇന്ത്യൻ ഭരണഘടന. ഡോക്ടർ BR അംബേദ്കർ ആണ് അതിന്റെ ചെയർമാൻ. KM മുൻഷി, മുഹമ്മദ് സാദുള്ളീമൻ, ഗോപാലസ്വാമി അയ്യങ്കളും, TT കൃഷ്ണമഞ്ചേരിയും KM മുൻഷി അടക്കമുള്ളവർ പടുത്തുയർത്തിയ ഒരു അനുഗ്രഹീതമായ ഇന്ത്യൻ ഭരണഘടന. പക്ഷെ കാലം പുരോഗമിക്കുമ്പോൾ, ശാസ്ത്രം വളരുമ്പോൾ, ടെക്നോളജി പുരോഗമിക്കുമ്പോൾ മീനിനെ പോലെ നീന്താനും മാനിനെ പോലെ കുതിക്കാനും മാനത്ത് പാറിപ്പറക്കാനും ഒക്കെ മാനവിക സമൂഹം വെമ്പൽ കൊള്ളുന്ന ഈ കാലത്ത് ഈ മഹത്തായ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പോലും കാലാനുസൃതമായി ഇവിടെ നിന്ന് പോകുന്ന ലോക്സഭയിൽ എംപിമാരും രാജ്യസഭയിൽ എംപിമാരും അവിടെ ചെല്ലുമ്പോൾ ഇരു സഭകളും ചേർന്നുകൊണ്ട് പലപ്പോഴും പാസ്സാക്കുന്ന ഒരു ബില്ലുണ്ട്. ബില്ലിന്റെ പേര് അമെന്റ്മെന്റ് എന്നാണ്, ഭേദഗതി നിയമം എന്നാണ്. ഭേദഗതി നിയമം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പോലും കാലം പുരോഗമിക്കുമ്പോൾ, ശാസ്ത്രം വളരുമ്പോൾ, ടെക്നോളജി വളരുമ്പോൾ ചില നിയമങ്ങൾക്ക് ഭേദഗതി ആവശ്യമാണെന്നവർ കരുതുന്നു. ചില നിയമങ്ങൾക്ക് അല്പം തിരുത്തൽ വരുത്തുന്നു. ഇന്ത്യയുടെ ബൃഹത്തായ നമ്മളൊക്കെ ഇടനെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഇന്ത്യൻ ഭരണഘടന, ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഞാനും എന്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പോലും കാലാനുസൃതമായി ചില തിരുത്തലുകൾ ആവശ്യമായി വരുമ്പോൾ, കാലം ഇത്രയേറെ പിന്നിട്ടിട്ടോ, കാലം ഇത്രയേറെ സഞ്ചരിച്ചിട്ടോ, ടെക്നോളജി വളർന്നിട്ടും ശാസ്ത്രം പുരോഗമിച്ചിട്ടും കാലചക്രങ്ങൾ മാറി മാറി കറങ്ങിയിട്ടോ ഇന്നും ഒരു തിരുത്തൽ വരാതെ മാനവജാതി ഒന്നടങ്ങ് തിരിച്ചിക്കൊണ്ട് ഉലകത്തിന്റെ നിറകയിൽ ജൈത്രയാത്ര തുടരുന്ന ഒരു സന്ദേശമുണ്ടെങ്കിൽ പേരൂർക്കടയുടെ മണ്ണിലും ഞങ്ങൾ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കട്ടെ. ആ ഗ്രന്ഥം വിശുദ്ധ സത്യ വേദപുസ്തകമാണ്. അതിന്റെ കാവൽ നായകൻ നസ്രായനായ ക്രിസ്തുവേശുവാണെന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് ഒരു ഭയവികുലതകളുമില്ല. ചില ആളുകൾ പറയാറുണ്ട്, ഇത്തരം സന്ദേശങ്ങൾ ഏതെങ്കിലും പള്ളിക്കകത്ത് പോലെ, ഇത്തരം സന്ദേശങ്ങൾ 4 ആൾ കൂടുന്ന ഈ നാൽക്കവലയിൽ വേണോ, ഇത്തരം സന്ദേശങ്ങൾ 4 ചുവരുകൾക്കുള്ളിൽ തീരും
ഇരിക്കുന്ന ഏതെങ്കിലും ഇടങ്ങളിൽ, വീടിന്റെ മുറികളിലോ അല്ലെങ്കിൽ പള്ളിക്കകത്തോ പോരെ എന്തിനാണ് ഇങ്ങനെ പരസ്യമായി പ്രസംഗിക്കുന്നതെന്നും എന്തെന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. ആ ചോദ്യത്തിനല്ല ഒറ്റവാക്കിൽ ഞാൻ ഉത്തരം പറയാം. വിശുദ്ധ വേദപുസ്തകത്തിലെ അനുഗ്രഹീതമായ ഒരു വേദസൂക്തമുണ്ട്. ഇങ്ങനെയാണ് ആ വേദസൂക്തം: അവനെ വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തം നൽകേണ്ടതിന് ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ആരെ? യേശുക്രിസ്തുവിനെ പരസ്യമായി നിർത്തിയെന്ന്. ഞങ്ങൾക്ക് വേണ്ടി എന്ന് മാത്രമല്ല, മാനവിക സമൂഹത്തിൽ ഒന്നടങ്കം വേണ്ടി എന്റെ യേശു കാൽവറിയുടെ മലമുകളിൽ തകർക്കപ്പെട്ടു. ആ യേശുക്രിസ്തുവിനെ പറ്റി പറയുകയാണ്: അവനിൽ വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തം നൽകേണ്ടതിന് ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു എന്നാണ്. എന്റെ യേശുക്രിസ്തുവിനെ ക്രൂശിച്ചത് ഏതെങ്കിലും ഒളിവിടങ്ങളിലായിരുന്നെങ്കിൽ ഞങ്ങൾ ഒളിവിടങ്ങളിൽ പ്രസംഗിക്കാമായിരുന്നു. യേശുക്രിസ്തുവിനെ ക്രൂശിച്ചത് ആരും കാണാത്ത കാണാമറയത്തായിരുന്നെങ്കിൽ ഞങ്ങൾ കാണാമറയത്ത് പ്രസംഗിക്കാമായിരുന്നു. എന്തിനാണ് പരസ്യമായി പ്രസംഗിക്കുന്നത് ചോദിച്ചാൽ, പരസ്യമായി ഞങ്ങൾക്ക് തകരപ്പെട്ടവനെ, പരസ്യമായി ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ടവനെ ഞങ്ങൾ പരസ്യമായി പ്രസംഗിക്കേണ്ടത് അതിന്റെ ആവശ്യകതയാണ്. ഇതേതെങ്കിലും അമ്മമ്മ കഥയോ കെട്ടുകഥയോ മിത്തോളജിയോ അതൊരു പഴങ്കഥയോ അല്ല. മനുഷ്യനെ ഇന്നും ജീവൻ നൽകിയ, മനുഷ്യന് മാറ്റം വരുത്തിയ മഹത്തായ സന്ദേശമാണ്. തിരുവനന്തപുരം ജില്ലയിലെ ഇതിന് തൊട്ടടുത്ത സമീപ പ്രദേശത്തല്ലേ ചെങ്കൽച്ചൂള എന്ന് ആ നഗരം, ആ ചെങ്കൽച്ചൂള എന്ന സ്ഥലം. അവിടെ ഒരു കാലത്ത് അക്രമത്തിനും അനീതിക്ക് കുടപിടിച്ച പല ആളുകളെയും നേർവഴിയിലേക്ക് നയിച്ച, നേരിന്റെ പാതയിലേക്ക് നയിച്ച മാർഗം ലോകത്ത് പത്തില്ല, ഈ നാട്ടിൽ അനവധിയില്ല. ഒന്നയുള്ള ആ മാർഗമാണ് സുവിശേഷത്തിന്റെ മാർഗമെങ്കിൽ പേരുക്കടയിലും മണ്ണിലും ഞങ്ങൾ അസന്നിഗ്ധമായി സുവിശേഷത്തെ ഒരിക്കൽ കൂടി ഞങ്ങൾ ഐക്യകണ്ഠേന ഉയർത്താൻ പോകുകയാണ്. കാരണം എന്തെന്നറിയണ്ടേ? ഒറ്റ കാര്യം, പ്രസംഗിക്കാൻ ആവേശം തോന്നുന്ന മഹത്തകരമായ സന്ദേശമാണ് ഈ സന്ദേശം എന്നുള്ളത്. കാരണം എന്തെന്നറിയണ്ടേ? ഒരു കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാ. ഈ നാട്ടിൽ വീണ മാറ്റൊലികൾക്കും നവോത്ഥാനങ്ങളുടെയും ഒക്കെ പിന്നിൽ ഒളിഞ്ഞും മറഞ്ഞും നിൽക്കുന്ന ഒരു അനുഗ്രഹീതമായ ഗ്രന്ഥമുണ്ടെങ്കിൽ ഞങ്ങൾ ഉയർത്തുന്ന ഈ വിശുദ്ധ വേദ പുസ്തകമാണെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നതിൽ ഞങ്ങൾക്ക് ഭയലഘുതകളില്ല. കാരണം എന്തെന്നറിയണ്ടേ? ആ വിശുദ്ധ വേദ പുസ്തകത്തിന്റെ പ്രത്യേകത, ഈ നാട്ടിൽ മിഷണറിമാർ പണ്ട് വന്നിരുന്നു. പെൺകുട്ടികൾക്ക് പഠിക്കാൻ പറ്റാത്തൊരു കാലം ഇവിടെ കൊച്ചി, മലബാർ, തിരുവിതാംകൂറായി കിടന്ന കേരളത്തിന്റെ പരിസ്ഥിതി പ്രദേശങ്ങളിൽ പെൺകുട്ടികൾക്ക് പഠിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടല്ലേ അടുക്കളയിൽ നരങ്ങത്തേക്കുന്നുള്ള ഒരു നാടകം തന്നെ ഇവിടെ വീട്ടി ഭട്ടതിരിപ്പാട് അവതരിപ്പിച്ചത്. കണ്ണീരിങ്കിനാവുമെന്ന പുസ്തകത്തിൽ അത് അല്പമായി വിശദീകരണം നൽകുന്നുണ്ട്. എന്തിന്? അടുക്കളയിൽ ഒതുങ്ങേണ്ടവരല്ല സ്ത്രീകൾ, അരങ്ങത്തും അവരുടേതായ പ്രകടനങ്ങൾ കാഴ്ചവെക്കേണ്ടതാണെന്ന്. അങ്ങനെയാണെങ്കിൽ എന്റെ സഹോദരങ്ങളെ, ഇവിടെ പെൺകുട്ടികൾക്ക് പഠിക്കാൻ പറ്റാത്ത കാലത്ത് പെൺകുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി, വിദ്യാഭ്യസിക്കാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി അവർക്ക് അവസരം കൊണ്ടുവന്നത് ഇവിടുത്തെ മിഷണറി വനിതകളാണ്. മിസസ് മീഡ്, മിസസ് മാൾട്ട്, മിസസ് മില്ലർ, മിസസ് തോംസൺ, മിസസ് ബേക്കർ അടക്കമുള്ള, മിസസ് ബെയ്ലി അടക്കമുള്ളവരാണ് ഈ നാട്ടിൽ പെൺകുട്ടികൾക്ക് പഠിക്കാൻ അവസരം ഒരുക്കി കൊടുത്തത്. ഞാനിത് പറഞ്ഞതിന്റെ കാര്യം, ഈ നാട്ടിൽ നവോത്ഥാനത്തെ നാടായി നമ്മുടെ നാട് മാറുമ്പോൾ ഉന്നതരായ നവോത്ഥാന നായകന്മാർക്ക് പിറവി കൊണ്ട നാടാണ്. ശ്രീനാരായണ ഗുരുവിന്റെ നാടാണ്, അയ്യങ്കാളിയുടെ നാടാണ്. എന്തിനേറെ പറയുന്നു, VT ഭട്ടതിരിപ്പാടിനെ പോലെ, ദേശാഭിമാനി TK മാധവനെ പോലെ, K കേളപ്പനെ പോലെ, വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പോലെയുള്ള എണ്ണമറ്റ നവോത്ഥാന നായകന്മാരുടെ നാടാണ്. പക്ഷെ ആ നവോത്ഥാന നായകന്മാരുടെയൊക്കെ മീതയും പാറിപ്പറക്കാൻ കഴിയുന്ന മഹത്തായ ഉജ്ജ്വലമായ സന്ദേശമാണ് സുവിശേഷമെങ്കിൽ പേരുക്കടയിലും ഞങ്ങൾ അസന്നിഗ്ധമായി ആ സുവിശേഷത്തെ ഒരിക്കൽ കൂടി വിളംബരം ചെയ്യട്ടെ. മാനവിക സമൂഹത്തിന് മാറ്റം വരുത്താൻ കഴിയുന്ന കരുത്തുറ്റ സന്ദേശമാണ് സുവിശേഷം എന്നുള്ളത്. ഈ ലോകത്തിൽ ആർക്കും മനുഷ്യന്റെ ചിന്തകൾ തിരിച്ചറിയാൻ കഴിയത്തില്ല. നാളെ എന്ത് സംഭവിക്കും, നാളെ എന്തായി തീരുമെന്നറിയാതെ ഇവിടെ പലരും പ്രയാസപ്പെടുമ്പോൾ, ദുഃഖിതരായി തീരുമ്പോൾ, വേദനിക്കപ്പെടുമ്പോൾ ഞങ്ങൾ പ്രസംഗിക്കുന്ന പ്രസംഗത്തിന്റെ പ്രമേയ നായകനായ യേശുക്രിസ്തുവിന്റെ ചിന്തകൾ അറിയുന്നവനാണ്. സഹോദരൻ, നീ ആരാണെങ്കിലും, നിനക്കെത്ര പ്രൗഢിയുണ്ടെങ്കിലും, എത്ര പദവിയുണ്ടെങ്കിലും, മനുഷ്യൻ വ്യത്യസ്തനാണ്. പണം കൊണ്ടും പദവി കൊണ്ടും പിറവി കൊണ്ടും പരിലാളന കൊണ്ടും പരിഷ്കാരം കൊണ്ടും പകിട്ടുകൊണ്ടും പാരമ്യം കൊണ്ടും പരമ്പരാഗത കൊണ്ടും മനുഷ്യൻ വ്യത്യസ്തനാണ്. ഉത്ഭവം കൊണ്ടും ഉയർച്ച കൊണ്ടും ഉന്നതി കൊണ്ടും ഉപയോഗം കൊണ്ടും ഉത്തമത കൊണ്ടും ഉത്തിഷ്ഠത കൊണ്ടും ഉത്തേജകത്വം കൊണ്ടും മനുഷ്യൻ വ്യത്യസ്തനാണ്. വ്യത്യസ്തനായ മനുഷ്യനെ ചേർത്ത് പിടിക്കുന്ന മഹത്തകരമായ സന്ദേശമാണ് സുവിശേഷം എന്ന് പറയട്ടെ. യേശുക്രിസ്തുവിന്റെ പ്രത്യേകത, നിന്റെ ചിന്തകൾ അറിയുന്ന, നിന്റെ വിചാരങ്ങൾ അറിയുന്ന, നിന്റെ ജീവിതത്തിന്റെ സകല സമസ്ത വിഷയങ്ങളെയും അറിയുന്ന ഒരു മഹാഗുരുവാണ്. ആ ഗുരുവിന്റെ പ്രത്യേകത, ക്രിസ്തുവിന്റെ ജനനത്തെ ഘോഷിക്കുന്ന ഈ കാലത്ത്, ക്രിസ്തുവിന്റെ ജനനത്തെ വിളംബരം ചെയ്യുന്ന ക്രിസ്മസ് ദിനത്തെ ആവോളം ആവേശഭരിതമായി ആഘോഷിക്കാൻ പോകുന്ന ഈ കാലത്ത് ഒരു കാര്യം അറിയണം. വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ ഒരു അസന്നിഗ്ധമായ ഒരു വാക്യമുണ്ട്. ഇങ്ങനെയാണ്, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ച ക്രിസ്തുവിനെ അറിയാം. പക്ഷെ യേശു ക്രിസ്തു നിന്റെ ഉള്ളിൽ ജനിച്ചിട്ടുണ്ടോ? നിന്റെ ഹൃദയത്തിൽ എന്റെ യേശു ക്രിസ്തു
ക്രിസ്തു ജനിച്ചിട്ടുണ്ടോ? എന്റെ മാന്യമിത്രങ്ങളെ, മഹാനായ ഗണിതശാസ്ത്രജ്ഞനായ പാസ്കൽ ഇങ്ങനെ അവകാശപ്പെട്ടു, മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരു ശൂന്യതയുണ്ട്. ആ ശൂന്യത നികരപ്പെടണമെങ്കിൽ, ആ ശൂന്യത നികയപ്പെടണമെങ്കിൽ ലോകത്തിൽ ഏതെങ്കിലും സംവിധാനങ്ങൾക്ക് കഴിയത്തില്ല. ഈശ്വരനെ അവിടെ പ്രതിഷ്ഠിക്കുമ്പോൾ മാത്രമേ മനുഷ്യന്റെ ഹൃദയത്തിലെ ശൂന്യത മാറുമെങ്കിൽ ഇന്ന് ഈ ശബ്ദപരിധിയിൽ എന്നെ കേൾക്കുന്ന മാന്യരായ പ്രബുദ്ധരായ എന്റെ നാട്ടാരോട്, എന്റെ സ്നേഹിതരോട്, എന്റെ മാന്യമിത്രങ്ങളോട് പറയട്ടെ, ആ ശൂന്യത നികത്താൻ യേശു ക്രിസ്തു എന്ന മഹാഗുരുവിനെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്തട്ടെ. ആ യേശു ക്രിസ്തു ജനനത്തിൽ നിസ്തുല്യൻ, ജീവിതത്തിൽ നിസ്തുല്യൻ, മരണത്തിൽ നിസ്തുല്യൻ, ഇനി ഉയർപ്പിൽ നിസ്തുല്യൻ, പുനരാഗമനത്തിൽ നിസ്തുല്യനാണ്. എന്തിനാണ് യേശു ക്രിസ്തുവിനെ പറ്റി ഇവിടെ പ്രസംഗിക്കുന്നത് ചോദിച്ചാൽ, ക്രിസ്തു ഉയർത്തില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണെന്ന്. യേശു ക്രിസ്തുവിനെ പേരുക്കടയുടെ മണ്ണിൽ ഞങ്ങൾ പ്രസംഗിക്കുന്നത്, മരിച്ച ക്രിസ്തുവിനെ ഞങ്ങൾ പ്രസംഗിക്കാൻ പറ്റില്ല. ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ആ പ്രസംഗത്തിന് അർത്ഥമുണ്ട്. ഞങ്ങളുടെ പ്രസംഗത്തിന് അർത്ഥമായി മാറിയത് ക്രിസ്തു ഉയർന്നെഴുന്നേറ്റു എന്നതുകൊണ്ടാണ്. അങ്ങനെയെങ്കിൽ എന്റെ മാന്യമിത്രങ്ങളെ, യേശു കാൽവറി തകർക്കപ്പെട്ടു. ഒരു തെറ്റും ചെയ്തിട്ടല്ല, പാപം ചെയ്തിട്ടല്ല. പാപത്തിന്റെ ഭംഗുരഭാസങ്ങളോ പാപത്തിന്റെ മലിനസതകളോ ഒന്നുമില്ലാത്തൊരു മനുഷ്യൻ, ലോകത്തെ ആകമാനം എല്ലാ മനുഷ്യരും പാപത്തിൽ ആണ്ടുടൽ നിന്ന് വീണുപോയപ്പോ മുട്ടിടിച്ച് മാപ്പിലിടഞ്ഞ് മാപ്പപേക്ഷിക്കുന്ന കാലം പോലെ പാപത്തിന് പരിഹാരം നൽകണമെങ്കിൽ പാപമില്ലാത്തവനെ പറ്റൂ. അങ്ങനെ ഒരുവന് വേണ്ടി നോക്കി, പടുക്കളെ നോക്കി, പണ്ഡിതരെ നോക്കി, ഉന്നതരെ നോക്കി, ചക്രവർത്തി കീർത്തി പൂണ്ട വിശേഷ ആളുകളെയൊക്കെ നോക്കിയിട്ടും ആരെയും കണ്ടെത്താതെ വന്ന കാലത്ത് വിശ്വസംസ്കാരത്തിന്റെ കളിത്തൊട്ടിയ യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദീതടങ്ങളിൽ പളർന്നു പന്തലിച്ച സുമേറിയ, അസീറിയ, അക്കാഡു, ബാബിലോൺ തുടങ്ങിയ നാഗരികതകളും ഈജിപ്ത്, ജീനം, ഭാരത് തുടങ്ങിയ ജനപദീയ സഞ്ചയങ്ങളിലെ അമ്പെ പരാജയപ്പെട്ട കാലത്ത് ഇന്നൊക്കെ 2000 വർഷങ്ങൾക്കപ്പുറം പാലസ്തീൻ മണ്ണിൽ തഴുകിത്തലോടുന്ന യോർദാൻ തീരത്തുനിന്നുകൊണ്ട് ഒരു അനുഗ്രഹീതമായ പ്രഖ്യാപനമുണ്ട്: ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടി എന്ന്. എന്റെ മാന്യമിത്രങ്ങളെ, പാപമാണ് ഇവിടെ സംഭവിക്കുന്ന എല്ലാ പ്രശ്നത്തിന്റെയും മൂലകാരണമെന്ന് പറയുമ്പോൾ ഒരു തമാശ പോലെ കാണേണ്ട കാര്യമില്ല. പാപത്തിന്റെ ഭംഗുരഭാസങ്ങളാണ് മനുഷ്യനെ ആകമാനം വേട്ടയാടുന്നത്. ഇവിടെ നടക്കുന്ന എല്ലാ സംഭവങ്ങളുടെയും പിന്നിലെ മൂലകാരണം പാപമെന്ന മഹാവിപത്താണ്. കാരണമെന്നറിയേണ്ട മഹാവിപത്തിന്റെ പ്രത്യേകത, ഈ നാട്ടിൽ ദുരന്തങ്ങൾക്ക് ഒത്തിരി സാക്ഷ്യം വഹിച്ച നാടാണ് മാമലനാട്. 38,863 ചതുരശ്ര വിസ്തൃതി കിലോമീറ്റർ കൊണ്ട് പൂവണിയുന്ന മഹത്തായ കേരളനാട് അതിജീവനത്തിന്റെ കരുത്തു പകർന്നവരാണ്. എന്തിനേറെ, കഴിഞ്ഞ പ്രളയകാലങ്ങൾ 2018 19 കാലങ്ങളിൽ പ്രളയം വന്നപ്പോൾ തിരുവനന്തപുരംകാർക്ക് അഭിമാനിക്കാൻ ഏറെയാണ്. ഇവിടെ നിന്നാണ് ഇവിടുത്തെ നഗരസഭയുടെ, ഇവിടുത്തെ കോർപ്പറേഷൻ അന്നത്തെ മേയറായിരുന്ന പ്രശാന്ത് എന്ന് പറഞ്ഞ ആ മഹാമനുഷ്യനിൽ നിന്നുകൊണ്ട് മേയർ ബ്രോ എന്നൊക്കെ പിന്നീട് പേര് അദ്ദേഹത്തിന് വിളിപ്പേരുണ്ടായല്ലോ. എത്രയെത്ര ലോഡ് കണക്കിന് വണ്ടികളിൽ കൂടി കയറ്റി വിടുകയായിരുന്നു. അങ്ങ് പ്രളയത്തിൽ ആകെ തകർന്നു വീണവർക്ക് ഭക്ഷണ വസ്തുക്കൾ കൊടുത്ത് സഹായിച്ച് പുണ്യം ചെയ്തവരാണ് എന്റെ തിരുവനന്തപുരത്തിന്റെ മാലിമിത്രങ്ങൾ. നിങ്ങൾക്ക് ഞാൻ ഒരിക്കൽ കൂടി ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ്. കേരളം എവിടെയൊക്കെ കരകാണാത്ത രീതിയിൽ, കേരളം ഏതൊക്കെ പ്രളയങ്ങളും ഏതൊക്കെ ആപത്തിൽ കൂടി ആണ്ടുടന്ന് താഴുമ്പോൾ ഒരുപിടി കൈ സഹായമായി ചെന്നവരാണ് തിരുവനന്തപുരത്തിന് അനന്തപുരിയുടെ മഹത്തായ നാട്ടിൽ ജനിച്ചു വീണ് പിറന്ന എല്ലാ മനുഷ്യരും നല്ല ദേശസ്നേഹികളാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പായി പ്രഖ്യാപിക്കുക, നല്ല നാട്ടുകാരാണ്, നല്ല സ്നേഹിതരാണ്. പക്ഷെ നല്ലവരോട് ഞങ്ങൾക്കൊരു നല്ല വർത്താനം പറയണം. ഏതെങ്കിലും ഒരു പന്ന വർത്താനം പറഞ്ഞിട്ട് പോകാൻ പറ്റില്ല. നല്ല വർത്തമാനം, അത് ഗുഡ് ന്യൂസ് ആണ്. ലോകത്തിൽ ഇവിടെ എന്നും രാവിലെ സൈക്കിളിലോ ബൈക്കിലോ വരുന്ന ആളിങ്ങനെ പാറിപ്പറത്തി വിടുന്ന പത്രത്തിൽ നല്ലൊരു വാർത്ത കണ്ടെത്താൻ കഴിയില്ല. ആ വാർത്തകളെല്ലാം മനുഷ്യനെ വേദനിപ്പിക്കുന്ന, നൊമ്പരിപ്പിക്കുന്ന, പീഡനത്തിന്റെയും ദുസ്സഹരീതിയുടേതായ വാക്കുകൾ കൊണ്ട് വാർത്താ പേജുകൾ നിറയുമ്പോൾ ഞങ്ങൾ പ്രസംഗിക്കുന്ന ഒരു സദ്വർത്തമാനം, അത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷമാണ്. അത് ഗുഡ് ന്യൂസ് ആണ്, നല്ല വിശേഷമാണ്. ഇതുപോലൊരു നല്ല സന്ദേശം ആർക്ക് പറയാൻ കഴിയും? അത് മഹത്തായ ഗുരുവരനാണ്. ആ യേശു ക്രിസ്തു മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറി തകർക്കപ്പെട്ടു. എന്റെ ശ്രോതാക്കളെ, പാപമാണ് ഈ ലോകത്തിൽ എല്ലാ വിഷയത്തിന്റെയും പരമപ്രധാനമായ കാര്യമെന്ന് പറഞ്ഞല്ലോ. ലോകത്തിൽ പിറന്നു വീണ സംഭവങ്ങൾക്കൊക്കെ പിന്നിൽ പല കാരണം പറയാനുണ്ട്. കഴിഞ്ഞിടയ്ക്കാണ് വയനാട്ടിലെ നമ്മുടെ സ്നേഹിത സഹോദര വൃന്ദങ്ങൾ മരണത്തോട് വിട പറയുകയുണ്ടായി. കുത്തിയൊടിച്ച് അങ്ങ് അലറിയ ശബ്ദം പോലെ വരുന്ന വെള്ളപ്പാച്ചിലിന് മുമ്പിൽ എത്രയെത്ര നമ്മുടെ സഹോദരങ്ങൾ ഈ മണ്ണോട് ചേർക്കപ്പെട്ടു. പ്രളയമാണ്, ഈ ഉരുൾപൊട്ടലാണ് ഉണ്ടായത്. ഉരുൾപൊട്ടൽ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ച പല ആളുകൾക്ക് പല കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞേക്ക്. ശീലപാളികൾക്കുണ്ടായ ശക്തിശയമാണെന്നോ, മൺപാളികളുടെ രാസഭൗതിക മാറ്റങ്ങളാണെന്നും, ദ്രവീകരണമാണെന്നും, സസ്യലതാദികളുടെ പരിക്രമമാണെന്നും, ശക്തമായ വർഷപാതകമാണെന്നും പറയാൻ കഴിയും. ഉരുൾപൊട്ടൽ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ ശാസ്ത്രീയ ഗവേഷകർ പല കാര്യം
പറയും. ഇനി ഭൂകമ്പം എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ ശാസ്ത്രീയ ഗവേഷകർ പറയും ടെക്ടോണിക് ആക്ടിവിറ്റീസും വോൾക്കാനിക് ആക്ടിവിറ്റീസുമാണെന്ന്. വിവർത്തന പ്രവർത്തനങ്ങളും അഗ്നിപർവ്വത പ്രവർത്തനങ്ങളുമാണ്. ഇനി അതുപോലെ തന്നെ ഭൂവൽക്കത്തിലെ ഡാമുകൾ പോലെയുള്ള അണക്കെട്ടുകൾ നിർമ്മിക്കുമ്പോൾ ഭൂവൽക്കത്തിലെ ചെറുഭ്രംശ രേഖകൾക്കുണ്ടാകുന്ന സ്ഥാനചലനമാണ് ഭൂകമ്പം എന്ന് പറയാറുണ്ട്. ചില ആളുകൾ അപ്പോൾ തന്നെ പറയാറുണ്ട് ഇനി സുനാമി എങ്ങനെ ഉണ്ടാകും ചോദിച്ചാൽ ആളുകൾ പറയും കടലിന്റെ പ്രക്ഷുബ്ധതയും ഗണ്യമായ ജലത്തിന്റെ സ്ഥാനചലനവുമാണെന്ന്. വീണ്ടും പറയും ഹിമാലയങ്ങളുടെ പ്രസവം, ഉൽക്കാശിലകൾ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, ഇങ്ങനെ വിവിധ കാര്യങ്ങൾ പലകുറി പല രേഖകളിൽ പറയാൻ കഴിഞ്ഞേക്കുക. എന്റെ മാന്യമിത്രങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന, ഞാൻ ഇവിടെ ഉയർത്താൻ ആഗ്രഹിക്കുന്നത്, ലോകത്തിൽ നടക്കുന്ന ദുരന്തങ്ങൾക്കൊക്കെ പല കാരണങ്ങൾ പലകുറി പറയാൻ കഴിഞ്ഞേക്കുക. പക്ഷെ മനുഷ്യൻ എന്ന് അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പല കാരണമില്ല, ഒറ്റ കാരണമേ ഉള്ളൂ. അത് വിശുദ്ധ വേദപുസ്തകം പറയുകയാണത് പാപമാണെങ്കിൽ ആ പാപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ നൽകുന്ന, ആ പാപത്തിൽ നിന്ന് വീണ്ടെടുപ്പ് നൽകുന്ന, നിന്നെ മോചിപ്പിക്കുന്ന, അങ്ങ് ആഴ്ന്നുഴന്നു പോകുന്ന നിനക്കൊരു മോചനത്തിന് ശക്തി നൽകുന്ന കരുത്തായ സന്ദേശമാണ് സുവിശേഷം എന്നുള്ളത്. വാക്കുകൾക്ക് ഞാൻ ഉപസംഹാരം കുറിക്കാൻ പോവുകയാണ്. നിങ്ങൾ ജീവനോടിരിക്കുമ്പോഴാണ് സമ്മതിക്കുന്നത്. ലോകത്തിലെ പല ആശയങ്ങളും മനുഷ്യൻ മരിച്ച് മൺമറയുമ്പോൾ പല ആശയങ്ങളും പറയാറുണ്ട്. മനുഷ്യൻ മരിച്ച് മൺമറയുമ്പോൾ ഇവിടെ അനുസ്മരണ മീറ്റിംഗുകൾ നടത്തുമ്പോൾ പറയാറുണ്ട്, കുട്ടൻ എന്നൊരാളുണ്ടെന്നിരിക്കട്ടെ, കുട്ടൻ കട്ടനും കുടിച്ച് ഏതോ കർക്കിട മാസത്തിങ്കിൽ അങ്ങ് കല്ലറയ്ക്കുള്ളിൽ മറഞ്ഞു കഴിയുമ്പോഴാണ് കുട്ടനെ പറ്റി ഇവിടെ നല്ല വാഴ്ത്തിപ്പാടലുകൾ പാടാറുള്ളത്. കുട്ടൻ ജീവിച്ചിരിക്കുമ്പോൾ ആരും പറയാറില്ല. അന്ന് മരിച്ചിട്ട് അനുസ്മരണ മീറ്റിംഗ് പറയും, കുട്ടൻ ഇച്ചിരിയും കൂടി നന്നായി ജീവിച്ചിരുന്നെങ്കിൽ, മദ്യപിക്കാതെ പുകവലിക്കാതെ നല്ല മനുഷ്യനായി ജീവിച്ചെങ്കിൽ നാടിന് നല്ല പൗരനായി മാറിയേനെ എന്ന്. എന്റെ സുഹൃത്തെ, ജീവിച്ചിരുത്തുമ്പോൾ എന്താ താങ്കൾ പറയാഞ്ഞത്? മരിച്ചപ്പോഴാണല്ലോ താങ്കൾ പറഞ്ഞത്. കാരണം ഇവിടെ പല ആളുകൾക്കും ജീവനോടിരിക്കുമ്പോൾ പലരോടും പലതും പറയില്ല, മരിച്ച് മൺമറയുമ്പോൾ പല കാര്യങ്ങൾ പറയുമ്പോൾ അതിനൊറ്റ കാരണമേ ഉള്ളൂ. ജീവനോടിരിക്കുമ്പോൾ മനുഷ്യനോട് സമ്മതിക്കാൻ കഴിയുന്ന ഒരു തത്വങ്ങളും ഒരു രാഷ്ട്രീയ മീമാംസകളും അവരുടെ മക്കളില്ല. പക്ഷെ നിങ്ങൾ ജീവനോടിരിക്കുമ്പോൾ സമ്മതിക്കാൻ കഴിയുന്ന ഒരു ഉജ്ജ്വലമായ ഗ്രന്ഥമുണ്ടെങ്കിൽ അത് വിശുദ്ധ വേദപുസ്തകമാണെന്ന് ഏതിടങ്ങളിൽ ഞങ്ങൾ ധൈര്യത്തോട് പറഞ്ഞ് വാക്കുകൾക്ക് ഉപസംഹാരം കുറിക്കാൻ പോകുകയാണ്. നല്ല നാട്ടുകാരെ, ദേശനിവാസികളെ, നിങ്ങൾ ഏതെങ്കിലും ഭാരത്താൽ പ്രയാസപ്പെടുന്നോ, ഏതെങ്കിലും രോഗങ്ങൾ നിങ്ങളെ വേട്ടയാടുന്നോ, ഏതെങ്കിലും പ്രതിസന്ധികളിൽ നിങ്ങൾ ആണ്ടുടന്ന് തകരപ്പെടുകയാണോ, ജീവിതത്തിൽ ഞാനിനി എന്ത് ചെയ്യുമെന്നറിയാതെ മരണത്തിന് വേണ്ടി വിധേയപ്പെടുന്നവരാണോ? ഇവിടെ ഒത്തിരി പേരുകൾ ഒരു പിടി കയറി ഏതെങ്കിലും കായലിൽ എടുത്തു ചാടിക്കൊണ്ട് ചീറിപ്പാഞ്ഞു വരുന്ന ട്രെയിന് മുമ്പിൽ തലവെച്ചുകൊണ്ട് ഏതെങ്കിലും കെട്ടിടങ്ങളിൽ നിന്ന് അങ്ങ് എടുത്തു ചാടി മരിക്കുന്ന ഒട്ടനവധി ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്റെ സുഹൃത്തുക്കളെ, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ആത്മഹത്യ കുടിലിൽ പാർക്കുന്നവനല്ല, കൊട്ടാരത്തിൽ പാർക്കുന്നവനിലേക്ക് കയറി ചെല്ലുന്നതാണ് ആത്മഹത്യ. ജീവിതത്തിന്റെ സ്വപ്നങ്ങൾ അങ്ങ് തകർന്നു പോകുന്നു എന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിന്റെ നോവ് കൊണ്ട്, മനസ്സിന്റെ വേദന കൊണ്ട് ഏതെങ്കിലും ഒരു പിടി കയറിൽ മനുഷ്യൻ അവസാനിപ്പിക്കാൻ നോക്കുമ്പോൾ, സുഹൃത്തെ, നിന്റെ ശരീരം ഏതെങ്കിലും കയറിൽ അവസാനിപ്പിക്കേണ്ടതല്ല, ഏതെങ്കിലും കയത്തിൽ ചാടി അവസാനിപ്പിക്കേണ്ടതല്ല. മനുഷ്യന് നല്ലൊരു ജീവിതം വെച്ചിട്ടുണ്ട്. വിശുദ്ധ ബൈബിൾ പറയാണ്, യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവത്തിന്റെ മന്ദിരം ഏതെങ്കിലും ആത്മഹത്യകൾക്ക് മുമ്പിൽ മുട്ടുമടക്കേണ്ടതല്ല, മറിച്ച് ജീവിച്ച് ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചുകൊണ്ട് നിത്യരക്ഷ പ്രാപിക്കേണ്ടതാണ്. ഇവിടുത്തെ ഉന്നതരായവർ, ഞാനത് പേരെടുത്ത് വിമർശിക്കുന്നില്ല, ഇവിടുത്തെ ഉന്നതമായ അക്കാദമി നടത്തുന്ന ഒരു മനുഷ്യൻ പോലും ഒരു വലിയ കെട്ടിടത്തിൽ നിന്ന് എടുത്തു ചാടി മരിക്കുകയുണ്ടായി. എത്രയെത്ര ആക്രമങ്ങൾ നടക്കുമ്പോൾ ആത്മഹത്യയെ രക്ഷപ്പെടലല്ല. ലോകത്തിൽ ആത്മഹത്യയെ കുറിപ്പിൽ പറയാറുള്ളത്, ഞാൻ ഈ ലോക ജീവിതം മടുത്തെന്നാണ് പലരും പറയുന്നത്. വിദ്യാഭ്യാസമുള്ളവർ, ഉന്നത ഗവൺമെന്റ് ഉദ്യോഗ തലങ്ങളിൽ ഇരിക്കുന്നവർ, ഉന്നത ബ്യൂറോക്രസി അലങ്കരിക്കുന്നവരൊക്കെ ജീവിതം മടുത്തു, ഈ ലോകം മടുത്തെന്നാണ് പറയുന്നത്. സഹോദരനെ, ലോകം മടുത്താൽ രക്ഷപ്പെടേണ്ടത് ആത്മഹത്യയിൽ കൂടിയല്ല, അത് നിത്യ നരകത്തിലേക്ക് വെട്ടിത്തുറക്കുന്ന കവാടം മാത്രമാണ്. അങ്ങനെയെങ്കിൽ എന്റെ മാന്യമിത്രങ്ങളോട് പറയട്ടെ, ലോക ജീവിതം കൊണ്ട് അവസാനിക്കുന്ന ആത്മഹത്യ കൊണ്ട് നിന്റെ ജീവിതം അവസാനിപ്പിക്കരുത്. നിനക്ക് നല്ലൊരു ജീവിതം ദൈവം നൽകിയിട്ടുണ്ട്. ആ ജീവിതത്തിൽ കൂടി നല്ല അനുഗ്രഹിക്കപ്പെട്ട ഭാവി സുന്ദരമാകുവാൻ, സുന്ദര സുരഭിലമായ ജീവിതത്തിന്റെ സാന്ത്വനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് മക്കൾക്ക് നല്ല പിതാവായി, ഭാര്യയ്ക്ക് നല്ല ഭർത്താവായി ജീവിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നു, ഒത്തിരി ചികിത്സിച്ചിട്ട് മാറാത്ത രോഗത്താൽ ആരെങ്കിലും ഭാരപ്പെടുന്നു, മക്കളെ ഓർത്ത് വേദനപ്പെട്ടുകൊണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീരിറ്റിട്ട് വീഴുന്ന മാതാപിതാക്കൾ പേരുക്കളിൽ എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ, സഹോദരരെ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ തയ്യാറാകുകയാണ്. പ്രാർത്ഥനയ്ക്ക് മുമ്പോട്ട് കടന്നു വന്നാൽ നിങ്ങൾക്ക് വേണ്ടി സധൈര്യം പ്രാർത്ഥിക്കാൻ ഞങ്ങളെപ്പോലെയുള്ള ഒരു കൂട്ടം ആളുകൾ ഇവിടെ അണിനിരന്നിട്ടുണ്ട്. വേറെ പണിയില്ലഞ്ഞിട്ടല്ല, ഒട്ടനവധി പണികൾ അറിയാകുന്നവരാണ്, ഉന്നത ജോലി ചെയ്യുന്നവരാണ്, വിദ്യാഭ്യാസം അത്യാവശ്യത്തിനുള്ളവരാണ്. പാടാൻ കലയില്ലഞ്ഞിട്ടോ പ്രസംഗിക്കാൻ വാഗ്മിത്വമില്ലഞ്ഞിട്ടോ അല്ല, മറിച്ച് രക്ഷകനെ പറ്റിയുള്ള സന്ദേശം പറയാൻ പേരൂക്കട വരുമ്പോൾ ഇപ്പോഴാകുന്ന രക്ഷാ ദിവസം,
ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ സദാ സന്നദ്ധരാകുകയാണ്. മുമ്പോട്ട് കടന്നു വന്നാൽ ഈ പട്ടണത്തിൽ നാണം കൂടാതെ മദ്യശാപിൽ ക്യൂ നിൽക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ ഒരു കാര്യം ധൈര്യത്തോടെ പറയാം, പ്രാർത്ഥനയ്ക്ക് വന്നു നിൽക്കുന്നത് എന്തിനാണ് മടിക്കുന്നത്? പ്രാർത്ഥനയ്ക്ക് വരുന്നത് മടിക്കേണ്ട കാര്യമില്ല. മാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വരാൻ കഴിയുന്ന ഒരിടമാണ് പ്രാർത്ഥനാ സംഗമമെങ്കിൽ താൻ അനുഭവിക്കുന്ന ഏത് രോഗത്തിൽ നിന്നോ, താനിപ്പോൾ കടന്നു പോകുന്ന ഏത് പ്രയാസത്തിൽ നിന്നോ സഹോദരൻ നിന്നെ രക്ഷിക്കാൻ കഴിയുന്ന, നിന്റെ ജീവിതത്തെ ആകമാനം മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു ഉജ്ജ്വല സന്ദേശമാണ് ഇത്. സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ, സൗഹൃദത്തിന്റെ സന്ദേശമാണ്. മതവർഗീയവാദികളും മതമൗലികവാദികളും അവരുടെ 1000 കെട്ടുപിടിച്ച് ഘട്ടങ്ങളുമായി ഉറഞ്ഞുകൊള്ളിയപ്പോൾ ഇവിടെ സ്വാതന്ത്ര്യമല്ല, സമത്വമല്ല, സുന്ദരത്വമല്ല ഉണ്ടായത്. പഞ്ചാബിലെ ഖാലിസ്ഥാനും ജമ്മു കാശ്മീരിലെ വിമോചന മുന്നണിയും പശ്ചിമ ബംഗാളിലെ ഗൂർഖാലാൻഡ് അടക്കമുള്ള ആസാമിലെ ബോഡോയും ഗുജറാത്തിലെ വഡോദരയും ഉത്തർപ്രദേശിലെ മുസാഫർ നഗരം, കേരളത്തിലെ നിലയ്ക്കലും ആറാട് പുന്നര ഒളിമണ്ണയടക്കമുള്ള ഈ ലക്ഷരൂക്ഷിത വിപ്ലവങ്ങൾക്ക് മതവർഗീയ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട് വീണപ്പോൾ ഞങ്ങൾ ഉയർത്തുന്ന സന്ദേശം മതത്തെ ദ്രോഹിക്കുന്നതല്ല, ഞങ്ങൾ ഉയർത്തുന്ന സന്ദേശം രാഷ്ട്രീയത്തെ ദ്രോഹിക്കുന്നതല്ല, ഞങ്ങൾ ഉയർത്തുന്ന സന്ദേശം രാഷ്ട്രത്തെ ദ്രോഹിക്കുന്നതല്ല. ജീവിതത്തിൽ നീ ഏത് മതത്തിൽപ്പെട്ടവനോ, ഏത് വർഗത്തിൽ, മതവർഗ വർണ്ണ നിറകുല ലിംഗ വ്യത്യാസമെന്നെ നിന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന കരുത്തുറ്റ സുന്ദരമായ ഒരു സന്ദേശമാണ് സുവിശേഷമെങ്കിൽ ഞങ്ങൾ ബാലനും ബിലാലും ബിനുവും ഒരുപോലെ ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു അത്യുജ്വലമായ പ്രഖ്യാപനം ഈ മണ്ണിൽ ഞങ്ങൾ ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കട്ടെ. മറ്റൊരുത്തരിലും രക്ഷയില്ല. ഒരു കാര്യം ചേർത്ത് പറയുന്നു, മറ്റൊരുത്തിയിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഒരൊറ്റ നാമം, അത് ശ്രീ യേശു ക്രിസ്തുവിന്റെ നാമമാകുക. എന്റെ മാന്യമിത്രങ്ങൾ, ഇത് സ്നേഹത്തിന്റെ സന്ദേശമാണ്. പണ്ഡിതവരന്റെ പൗലോസ്ലീഗയുടെ ഉജ്ജ്വല പ്രഭാഷണമുണ്ട് അറിയപകുന്നിൽ വെച്ചാണ്. അതേന ആധുനിക നാമം ഏതൻസ് എന്നാണ് ആ നാടിന്റെ പേര്. ഏതൻസ് അറിയാമല്ലോ, BC 5ാം നൂറ്റാണ്ടിൽ പെരിക്ലീസ് യുഗകാലത്ത് സ്വാതന്ത്ര്യ സമാന്തര നഗരമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട മഹത്തായ നാട്. ആ നാട്ട് പ്ലേറ്റോയ്ക്കും അരിസ്റ്റോട്ടിനും സോക്രട്ടീസിനും പൈതഗോറസിനും ഡൊമസ്റ്റിനസിനും യൂറിപ്പിഡസിനും സോഫോക്ലീസ് അടക്കമുള്ള മറ്റ ഗ്രീക്ക് ദാർശനികന്മാർക്ക് ജന്മം നൽകിയ നാട്ടിൽ നിന്നുകൊണ്ട് പണ്ഡിതവരനാകുന്ന പൗലോസിന്റെ താർക്കികമാകുന്ന ഉജ്ജ്വല പ്രഖ്യാപനം, ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പന്തക്കവണ്ണം അവൻ ഒരുത്തനിൽ നിന്ന് മാനവജാതിയൊക്കെയും ഉളവാക്കിയെന്ന് ലോകത്തിൽ പിറന്നുവീണ 800 കോടിയിൽ പരം വരുന്നതിനെയും ഒരൊറ്റ രക്തത്തിൽ നിന്ന് പിറവി കൊണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു ഗ്രന്ഥം ഉലകത്തിലുണ്ടെങ്കിൽ ഇത് വിശുദ്ധ വേദ പുസ്തകമാണ്. അതിന്റെ ആപ്തനായകൻ നസ്രയനായ ക്രിസ്തുവേശുവാണ്. ക്രിസ്തുവേശു നൽകുന്ന നിത്യരക്ഷയിലേക്ക് സ്വാഗതം ചെയ്യുമ്പോൾ ഒരു പിടി പണം, സമ്പത്ത് ചോദിക്കുന്നില്ല. അർപ്പണ തർപ്പണ യാഗ യോഗ ജ്ഞാന ബലിശ കുടിശിക തനിശിക മഹാത്മ്യങ്ങൾ ഒന്നും ചോദിക്കാതെ വീണ്ടെടുക്കുന്ന സ്നേഹത്തിന്റെ, ആവേശത്തിന്റെ, സാഹോദര്യത്തിന്റെ, സൗഹൃദത്തിന്റെ സന്ദേശത്തിലേക്ക് ആനയിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. പ്രാർത്ഥന ആവശ്യപ്പെടുന്നവർക്ക് മുമ്പോട്ട് വരാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അല്ലാത്ത പക്ഷം